എത്ര പ്രാവശ്യം എറണാകുളത്ത് ഇവിടെ നിന്ന് പോയെന്നറിയാമോ? ഞാൻ പോയി അവിടെ ചെന്ന് സമരമിരുന്ന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി. ഞാൻ ഒരു മനുഷ്യന്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ ഇരുന്നിട്ട് അവരുടെ അടുത്ത് പറയാം, അവരതിൽ ഗുണ്ടകളുണ്ട്, നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കളയും. ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങ് ചെയ്യട്ടെ. ഇത്രയും ഞാൻ എന്റെ കയ്യിൽ നിന്ന് മോട്ടിച്ചതും പിടിച്ചുപറിച്ചതൊന്നും അല്ല മക്കളെ. കൊല്ലത്തുനിന്ന് എന്നെ വിളിച്ച് സംസാരിച്ച അമ്മയുടെ വോയിസ് റെക്കോർഡാണ്. ഞാനത് അവരുടെ പെർമിഷനോട് കൂടി തന്നെയാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്. അവരുടെ അടുത്ത് ഈ ഏജൻസിക്കാർ വധഭീഷണി വരെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഒട്ടും പിന്നോട്ടൊക്കെ പോയില്ല. അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ കൊടുത്തിട്ടുള്ള കേസ് നാളെയാണ് രണ്ടാമത്തെ ഹിയറിംഗ് വരുന്നത്. ഇവർക്കോട് കൂടി വേണ്ടിയിട്ടായിരിക്കും നാളെ ഞാൻ സംസാരിക്കുക. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് ഏജൻസിയുടെ പേര്, എന്തുകൊണ്ടാണ് അത് പറയാത്തതെന്ന്. ഇപ്പോൾ നിയമപരമായിട്ട് ഞാൻ ഏജൻസിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിധിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എതിർഭാഗത്ത് എന്നെ അടിക്കാനുള്ളൊരു വടിയായിട്ട് ഇത് മാറും. ഞാൻ അവരെ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കേസ് കൊടുത്തതെന്നുള്ള രീതിയിൽ അവർക്ക് വാദിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നൊരു ഏജൻസി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് പ്രോസസ്സ് ചെയ്യുന്നൊരു ഏജൻസി ആയിരിക്കും. ആ കേസ് വാദിക്കുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് എനിക്ക് തന്നെ ഫോർവേഡ് ചെയ്താൽ മതി. ഞാൻ പേഴ്സണലി അത് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വഴി എൻ്റെ അനുഭവം പറയണതിന് കുഴപ്പമില്ല, അതെനിക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും.